ജിൻഡോയും ജാസ്മിനും കൂടി 2 ദിവസം മുമ്പ് നടത്തിയ ഒരു കോൺവെർസേഷന്റെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ലൈവിൽ കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല കേട്ടോ. എല്ലാവരും ആകാശത്തേക്ക് നോക്കി ഈച്ചനെ ആട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 ദിവസം ബാക്കിലേക്കൊക്കെ പോവേണ്ടി വന്നത്. ജാസ്മിൻ ജിൻഡോയോട് ചോദിക്കുന്നു നിങ്ങളുടെ ടോപ്പ് 5 ആരൊക്കെയാണ് എന്ന്. ജിൻഡോ ഒന്നും മിണ്ടുന്നില്ല. ജാസ്മിനോട് തിരിച്ചു ചോദിക്കുന്നു ആരൊക്കെയാണ് നിന്റെ ടോപ്പ് 5 എന്ന്. ഉടനെ ജാസ്മിൻ പറയുന്നു നിങ്ങളുണ്ട്, പിന്നെ അർജുനുണ്ട്, അഭിഷേക് ഉണ്ട്, ഞാൻ ഓബ്വിയസ്ലി എനിക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, പിന്നെ ഋഷി. ജിൻഡോ തിരിച്ചൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജാസ്മിന്റെ ലിസ്റ്റില് ജാസ്മിൻ അല്ലാതെ വേറെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആരും തന്നെ ഇല്ല കേട്ടോ. നോട്ട് ദ പോയിന്റ്. നോറേനെയോ ശ്രീധുവിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീധുവിനെങ്കിലും പറയുമെന്ന് ഓർത്തു, പക്ഷെ ഋഷിയെയാണ് പറഞ്ഞത്. എന്തായാലും ജാസ്മിന്റെ ടോപ്പ് 5 ഇപ്പോഴെങ്കിലും ജിൻഡോ കാക്ക ഉണ്ടല്ലോ, സമാധാനം. പുറത്തിറങ്ങിയ റസ്മിനും അപ്സരയൊക്കെ പറയുന്നത് ജിൻഡോ കാക്ക ഒരു കാരണവശാലും കപ്പടിക്കത്തില്ല എന്നൊക്കെയാണ്. അവരിത് കേൾക്കുന്നുണ്ടോ എന്തോ. എന്തായാലും ഇതായിരുന്നു ആ ഒരു കോൺവെർസേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും തമ്മിൽ അടി പൊട്ടുന്നത്. ഇന്നത്തെ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ടാസ്ക് അവസാനിച്ചതിൽ പിന്നെ എല്ലാവരും പരമ ബോറായിട്ട് ലൈവിനകത്ത് ഇരിപ്പുണ്ട്. കാണുന്ന നമുക്ക് ബോറ്, അവർക്കും ബോറ്. ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് ഒക്കെ കൊടുക്കുക അവർക്ക്. എന്തിനാണ് അവരെ വെറുതെ ഇരുത്തിയിരിക്കുന്നത്? ഫിനാലയോട് അടുക്കാറായിട്ടും ഈ ഒരു രീതിയിലാണ് ലൈവ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കണ്ടസ്റ്റൻസ് വരുമ്പോൾ ഉള്ള ആ ഒരു സീനൊക്കെ അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രതീക്ഷയില്ല കേട്ടോ. ഈ രീതിയിൽ ഡ്രൈ ആയിട്ട് തന്നെയായിരിക്കും ലൈവ് ഇനി ഫിനാലെ വരെ മുന്നോട്ട് പോകാൻ പോകുന്നത്.